സ്പ്ലിറ്റ് ചെയ്യാനുള്ള ടൂളാണ്. എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ടൂൾ എടുക്കാം. ഇപ്പോൾ ഏത് ടൂൾ എടുത്താലും ഞാൻ പറഞ്ഞായിരുന്നു ബോട്ടം ലെഫ്റ്റ് നോക്കണം. ഇവിടെ എന്താ പറയുന്നത്, സെലക്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബ്രേസ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തു. പിന്നെന്താ പറയുന്നത്, സെലക്ട് പിക്ക് എ പൊസിഷൻ. അപ്പോൾ പൊസിഷൻ എവിടെയാണ്, ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ്. പക്ഷേ നമുക്ക് ആ പോയിന്റ് കിട്ടുന്നില്ല, അങ്ങനെ ഒരു ആ ലൈൻ കാണുന്നില്ല. സെലക്ട് ചെയ്യുമ്പോഴേ ലൈൻ വരുന്നുള്ളൂ, ഇങ്ങനെ സെലക്ഷനിലേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, പെർമനൻ്റ് ആയിട്ട് ഈ ഒരു വ്യൂവിൽ വർക്കിംഗ് പോയിന്റ് ലൈൻ ഓൺ ചെയ്യാനായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ പ്രോപ്പർട്ടി എടുക്കുക. ബ്ലാങ്ക് സ്പേസിൽ എവിടെയെങ്കിലും ഡബിൾ ക്ലിക്ക് ചെയ്ത് വ്യൂ പ്രോപ്പർട്ടി എടുക്കുക. അതിൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് പോവാം. ഡിസ്പ്ലേയിൽ അഡ്വാൻസ് എടുക്കാം. അഡ്വാൻസിൽ 2 ഓപ്ഷൻ ഉണ്ട്, പാർട്ട് സെൻട്രൽ ലൈൻ, പാർട്ട് റെഫറൻസ് ലൈൻ. സെൻട്രൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെമ്പറിൻ്റെ, അതായത് ബ്രേസിൻ്റെ 25 മിഡിലെ ലൈൻ വരും. നമുക്ക് മിഡിൽ ലൈൻ അല്ല, റെഫറൻസ് ലൈനാണ് വർക്കിംഗ് പോയിന്റ് ലൈനായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ റെഫറൻസ് ലൈൻ ടിക്ക് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് ആ വ്യൂവിൽ ഇതുണ്ടോ, സെലക്ട് ചെയ്യാതെ തന്നെ ഓണായി കിടക്കും. ഇനി നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ സ്പ്ലിറ്റ് എടുത്തു. സെലക്ട് പാർട്ട് എന്ന് പറയുമ്പോൾ പാർട്ട് സെലക്ട് ചെയ്തു. സെലക്ട് പൊസിഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന സൂം ചെയ്തിട്ട് ഇവിടെ പോയി ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നോക്കി, ഇത് രണ്ടും 2 പീസായിട്ട് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബ്രേസ് പ്ലേസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. ആസ് പെർ ദിസ് ഡിസൈൻ നമ്മൾ എങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ബ്രേസ് പ്ലേസ് ചെയ്യണം, അത് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ വർക്കിംഗ് പോയിന്റ് ലൈൻ, അതിൻ്റെ പൊസിഷൻ, ഒരു ബ്രേസ് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ പൊസിഷനിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തായിരുന്നു.